നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭരണത്തിലുള്ളവർ പലതരം വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരും. നിരവധി സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടും. കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഇത്തരം വാഗ്ദാനങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും എന്തു പറ്റിയെന്ന് പിന്നീട് ആരും ചികഞ്ഞു നോക്കാറില്ല. പക്ഷേ അത്തരമൊരു വാഗ്ദാനത്തിനും ഉദ്ഘാടനത്തിനും പിന്നാലെ പോവുകയാണ് മറുനാടൻ. ഇത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിൽ തുടങ്ങിവച്ച റൈസ് മില്ലാണ്. പഞ്ചായത്തിലെ തരിശുകിടക്കുന്ന പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്ത് അരിയാക്കി അത് കൊടുമൺ റൈസ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതായിരുന്നു പദ്ധതി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കൊടുമൺ റൈസിന്റെ ഉദ്ഘാടനം നടന്നത്. ഒറ്റത്തേക്ക് ചന്തയിലാണ് റൈസ് മില്ലിന് സ്ഥലം കണ്ടെത്തിയത്. കുടിവെള്ള പദ്ധതിയായ ജലനിധിയുടെ ടാങ്കിനോട് ചേർന്നായിരുന്നു മിൽ സ്ഥാപിച്ചത്. നാട്ടുകാർ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നു. ഇതേ കോമ്പൗണ്ടിൽ തന്നെ പഞ്ചായത്തിന്റെ സിമന്റ് കട്ട നിർമ്മാണ യൂണിറ്റ് കൂടി വന്നതോടെ ജനങ്ങളുടെ കുടിവെള്ളം സംബന്ധിച്ച ആശങ്കയേറുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജനുവരി 15-ന് സകല എതിർപ്പും മറികടന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കൊടുമൺ റൈസ് പുറത്തിറക്കി. പക്ഷേ അതിനുശേഷം ആ മിൽ പ്രവർത്തിച്ചിട്ടില്ല. ഉദ്ഘാടന നാളിൽ കുത്തിയ നെല്ലിന്റെ തവിടും അവശിഷ്ടങ്ങളും ഇപ്പോഴും മില്ലിന്റെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. പ്രതിദിനം 2 ടൺ നെല്ല് കുത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഉദ്ഘാടനത്തിന് ശേഷം ഇന്നുവരെ മിൽ പ്രവർത്തിച്ച് കണ്ടിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക് മില്ലിന്റെ പേരിൽ പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇവരെ ഒന്നും ഈ വഴി കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായി വൈദ്യുതി കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരും എന്ന നോട്ടീസ് പതിക്കാൻ KSEB ജീവനക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ചന്തയുടെ സ്ഥലം ഏറ്റെടുത്ത് മിൽ പണിയാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. നിയമ നടപടികളും ഉണ്ടായി. അതൊക്കെ മറികടന്നാണ് റൈസ് മിൽ കൊണ്ടുവന്നത്. എന്നിട്ട് എന്തായി എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മില്ലിലേക്ക് നെല്ല് ലഭ്യമാക്കുന്നതിനു വേണ്ടി കൃഷിക്കെടുത്ത പാടങ്ങൾ തരിച്ചു കിടക്കുന്നു. ഫാർമേഴ്സ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചു. സർക്കാർ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നത് മാത്രമായി സൊസൈറ്റിയുടെ കടമ എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിന്റെ പേരിൽ ചിലർ തടിച്ചു കൊഴുത്തത് മാത്രമാണ് ആകെയുള്ള നേട്ടം. നാട്ടുകാർക്ക് പഞ്ചായത്ത് വക ഒറ്റത്തേക്ക് ചന്തസ്ഥലം നശിപ്പിച്ചതിലുള്ള പരിഭവം പഞ്ചായത്തിനോടും ബാക്കി. ഈ ചന്തയിൽ പ്രവർത്തിക്കാത്ത കട, നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേറെയുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മനോഹരമായി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം കൊടുമൺ റൈസിന്റെ ഗോഡൌണാക്കി മാറ്റി. മില്ലിനോട് ചേർന്ന് 5 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ നാട്ടുകാരുടെ കുടിവെള്ള പദ്ധതിയായ ജലനിധിയുടെ കിണറും സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം ഇവിടെ നിലനിൽക്കവെയാണ് മിൽ നിർമ്മിക്കാൻ അനുവാദം ലഭിച്ചത്. മില്ലിന്റെ പ്രവർത്തനം നിലച്ചത് നാട്ടുകാർക്കും അനുഗ്രഹമായി. അതുകൊണ്ട് നാട്ടുകാർക്ക് ശുദ്ധമായ ജലം ലഭിക്കുന്നുണ്ട്. മില്ലിലെ മാലിന്യ സംസ്കരണത്തിന് ഇവിടെ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല. മില്ലിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് കോടികൾ ചെലവായിട്ടുണ്ട്. മില്ല് പ്രവർത്തിക്കാതെ തുരുമ്പെടുക്കുമെന്നും ഈ പണത്തിന് ആര് കണക്ക് പറയുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഒരു റൈസ് മിൽ 1 വർഷം പ്രവർത്തിക്കാൻ ആവശ്യമായ നെല്ല് പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ നിന്ന് ലഭിക്കില്ല. പുറമേ നിന്ന് ഏറ്റെടുക്കേണ്ടി വരും. ഇതുകൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി മൊത്തവിലയ്ക്കെടുത്ത് കൊടുമൺ റൈസിന്റെ പാക്കറ്റിൽ നിറച്ച് വിൽപ്പന നടത്തുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നു.